നന്ദിയില്ലാത്തവനാണ് പ്രവാസി. അത് നമ്മൾ പറയുന്നതിന് മുന്നേ അവനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. നമ്മൾ കുറച്ച് ദിവസങ്ങൾ മുന്നേ പുറത്തു പോവുകയും കുറച്ച് ദിവസം അധികം, ഇതിനു മുന്നേ പോയിട്ടുണ്ടെങ്കിലും കുറച്ചധികം ദിവസം അവിടെ നിന്നത് ഈ ഒരു തവണ പോയപ്പോഴാണ്. ഒരുപാട് തവണ കേട്ട് മറന്ന ഒരു കാര്യമുണ്ട്. പ്രവാസി എന്നാൽ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ വന്നു പോകുന്ന ഒരു വിരുന്നുകാരൻ. കുറേ കളിപ്പാട്ടങ്ങൾ, മിഠായി, അതുപോലെ പ്രായമാർഗ സ്പ്രേ, അങ്ങനെ കുറേ ഐറ്റംസ് കൊണ്ടുവരുന്ന ഒരു വിരുന്നുകാരൻ. അത് മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രവാസി. അങ്ങനെയാണ് നാം എല്ലാം കരുതുന്നത്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവൻ അവിടെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവൻ്റെ ജോലി എന്താണ്, അല്ലെങ്കിൽ അവൻ വരുമ്പോൾ ഇത്രയും സാധനങ്ങൾ എങ്ങനെ വാങ്ങിച്ച് കൊണ്ടുവരുന്നു, ഇതാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കൊടുത്തത് കുറഞ്ഞു പോയി എന്നല്ലാതെ ആരും അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. അവൻ്റെ ജോലിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണ രീതിയിൽ ഒരു ജോലിക്കാരൻ അവൻ രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു. ആ ജോലിക്ക് പോകുന്നത് തന്നെ ഒരുപാട് കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്ന് കുളിക്കാൻ പോലും മര്യാദക്ക് പറ്റാത്ത ചൂടാണ്. ചൂട് വെള്ളമാണ് അവിടെ കിട്ടുന്നത്. അത് സാധാരണ രീതിയിൽ ഏത് റൂം എടുത്തു കഴിഞ്ഞാലും ആ റൂമിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വലിയ ഹോട്ടലുകളിൽ താമസിക്കണം. അല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ചൂട് തന്നെയാണ്. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും വലിയ ചൂട് തന്നെയാണ് നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നത്. ഇവിടുത്തെ നാട്ടിലൊരു ചൂട് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഭയങ്കര ചൂടാണ്, കഴിഞ്ഞ വർഷം ഭയങ്കര ചൂടായിരുന്നു. ഇതൊന്നും അല്ല ചൂട്. അവിടുത്തെ ചൂടാണ് യഥാർത്ഥ ചൂട്. നാം അതറിയണമെങ്കിൽ അവിടെ ചെന്നാൽ മാത്രമേ നമ്മളെ കൊണ്ടത് അറിയാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കതൊരു കേട്ടുകേൾവി മാത്രമാണ്. അപ്പോൾ അവൻ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുമ്പോൾ ഒന്നല്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ മെട്രോ. നമ്മളിവിടെ കാണുന്ന മെട്രോ അല്ല അവിടുത്തെ മെട്രോ. ക്യൂ നിൽക്കേണ്ടി വരും, അതിനും മാത്രം തിരക്കുക. കാരണം അവന് പൈസ ലാഭിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ബസ്സിന് ഒരുപാട് സമയം വെയിലത്ത് കാത്തു നിൽക്കണം, അതും അവന് പൈസ ലാഭിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ അവന് ടാക്സിക്ക് പോവാം, അപ്പോൾ പൈസ അവൻ്റെ കയ്യിൽ നിന്ന് പോവും. അപ്പോൾ പിശുക്കനാണ് പ്രവാസി എന്നാണ് നമ്മൾ കരുതുക. അല്ല, നിങ്ങൾക്ക് വേണ്ടി അവൻ ലീവിന് വരുമ്പോൾ കുറേ ഐറ്റംസ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമല്ലോ. വീട്ടിൽ കുട്ടികൾ, അവർക്ക് കളിപ്പാട്ടങ്ങൾ, മിഠായി, അങ്ങനെയുള്ള സാധനങ്ങൾ. പ്രായമായവർക്കാണെങ്കിൽ അതുപോലെ അവരുടെ ഐറ്റംസ്, കുറേ സാധനങ്ങൾ. ഇതെല്ലാം അവൻ വാങ്ങിച്ച് കൊണ്ടുവരണമെങ്കിൽ അവൻ അവിടുന്ന് ഒന്നും വെറുതെ കൊടുക്കില്ല ആരും. 1 രൂപ പോലും അല്ലെങ്കിൽ 1 മിഠായി പോലും ആരും വെറുതെ കൊടുക്കില്ല. അവൻ കഷ്ടപ്പെട്ട് അതുപോലെ അവൻ മിച്ചം വരുന്ന, അതായത് അവൻ അവിടെ കഷ്ടപ്പെടുന്നു, ആ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഭാഗം അവൻ മാറ്റിവെക്കുന്നു. അല്ലെങ്കിൽ അവന് ടാക്സിക്ക് പോകാമല്ലോ, അവൻ മാറ്റിവെച്ച് ചൂട് വെള്ളം അതിൽ കുളിച്ച് രാവിലെ അവൻ ജോലിക്ക് പോകുന്നു, വൈകിട്ട് വരുന്നു, വീട്ടിലേക്ക് വിളിക്കുന്നു, കുറേ നേരം ഫോണിൽ നോക്കുന്നു, കിടന്നുറങ്ങുന്നു, പിറ്റേ ദിവസവും അതേപോലെ തന്നെ. അങ്ങനെ ജീവിച്ച് നരകിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാസി, അവനാണ് നന്ദിയില്ലാത്തവൻ. ഇനി പറയുകയാണെങ്കിൽ അവൻ്റെ കുടുംബം, അതുപോലെ അവൻ്റെ കൂട്ടുകാർ, നാട്ടുകാർ, ഒരുപാട് പേര്, അവനുമായിട്ട് ബന്ധമുള്ള ഒരുപാട് പേരുണ്ടാവും. ടെക്നോളജി എവിടെ എത്തി നിൽക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ സ്വന്തത്തിലോ അല്ലെങ്കിൽ ബന്ധത്തിലോ നിങ്ങളുടെ കൂട്ടുകാരോ ആരെങ്കിലും ഒരാൾ പ്രവാസിയായിട്ടുണ്ടാവും. ഈ പ്രവാസിയെ ഒരു തവണയെങ്കിലും അവൻ വിളിക്കാതെ നിങ്ങളായിട്ട് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഒരു മെസ്സേജ് അവൻ അയച്ചിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടില്ല, സത്യമാണത്. കാരണം അതിന് നമ്മൾ കണ്ടെത്തുന്ന ഒരു കാരണമുണ്ട്. അവനവിടെ തിരക്കായിരിക്കും, ജോലിയിലായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലായിരിക്കും. അവൻ ഫ്രീ ആവുമ്പോൾ ഇങ്ങോട്ട് വിളിക്കട്ടെ. ഒരിക്കലും അത് ശരിയായൊരു കാര്യമല്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവനവിടെ എത്ര തിരക്കായാലും എന്താണെങ്കിലും നാട്ടിൽ നിന്നും ഒരു കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം എന്താണെന്ന് അത് ഒരിക്കലും സാധാരണ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളും ഒരു പ്രവാസിയായിരിക്കണം.
ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ എടാ എന്താ വിശേഷം, അത് മതി. അവന്റെ മനസ്സ് എത്രത്തോളം സന്തോഷിക്കുമെന്ന് അവനോട് ചോദിച്ചറിയാൻ പറ്റും. നമ്മൾ അതിന് കണ്ടുപിടിക്കുന്ന കാരണങ്ങളോ അവന് തിരക്കായിരിക്കും. അവനൊരു തിരക്കും ഇല്ല. നിങ്ങളുടെ ഒരു മെസ്സേജിനോ നിങ്ങളുടെ ഒരു കോളിനോ വേണ്ടി അവൻ വെയിറ്റ് ചെയ്യും. അതാണ് പ്രവാസി. പക്ഷെ നമ്മൾ ആരും അത് ചെയ്യില്ല. അങ്ങനെയുണ്ടൊരു കാര്യം. നമ്മുടെ കയ്യിൽ ഫോണില്ലാഞ്ഞിട്ടോ അതിൽ നെറ്റ് ഇല്ലാഞ്ഞിട്ടോ റീചാർജ് അങ്ങനെ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. നമ്മൾ നമ്മുടേതായ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവൻ ഒരു വിരുന്നുകാരനാണല്ലോ. വല്ലപ്പോഴും ഒരിക്കൽ കുറേ സാധനങ്ങളും കൊണ്ടുവരുന്ന ഒരു വിരുന്നുകാരൻ 1 മാസമോ 2 മാസമോ നിന്ന് അവൻ തിരിച്ചു പോകുന്നു. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? അവന് വേണ്ടി മാത്രമാണ് അവൻ പോകുന്നത്. അവന്റെ കുടുംബത്തിന് വേണ്ടി. അതാരും ചിന്തിക്കില്ല, ആരും കാണില്ല. അതാണ് പ്രവാസി. ഇനി നാട്ടിൽ വരുമ്പോഴുള്ള കാര്യം, അവൻ ഓരോ ദിവസവും നാട്ടിലേക്ക് വരുന്ന ഡേറ്റ് തീരുമാനിച്ചതിന് ശേഷം ഇന്ന ഡേറ്റിൽ പോകാം എന്നവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നീട് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ ഓരോ ദിവസവും അവൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവൻ്റെ കയ്യിൽ ഓരോ കവറുണ്ടാവും. അവനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരുടെയും മുഖങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് വരും. ഇന്നയാൾക്ക് ഇന്നത് വേണം, ഇന്നയാൾക്ക് ഇന്നത് വേണം, മക്കൾക്ക് ഇന്നത് വേണം, ഭാര്യയ്ക്ക് ഇന്നത് വേണം, അച്ഛന് ഇത് വേണം, അമ്മയ്ക്ക് ഇത് വേണം, ഫ്രണ്ട്സിന് ഇത് വേണം. അപ്പോൾ ഇതെല്ലാം ഓരോ ദിവസങ്ങളും ഇങ്ങനെ അവനിങ്ങനെ ഉറുമ്പ് ഓരോ അരിമണികൾ കൂട്ടി വെക്കുന്നത് പോലെ അവനിങ്ങനെ കൂട്ടി വെക്കും. ഇതൊന്നും അവനവിടെ വെറുതെ കിട്ടില്ല. ഇതെല്ലാം അവൻ ഈ കഷ്ടപ്പെടുന്ന പൈസയിൽ നിന്നും വാങ്ങിക്കുന്നതാണ്. അല്ലെങ്കിൽ അവനവിടെ കിട്ടാവുന്ന സൗഭാഗ്യങ്ങളെല്ലാം അവൻ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടി അവൻ സ്വരുക്കൂട്ടി വെക്കുന്നതാണ്. അതും നമ്മളാരും കാണില്ല. ഞാൻ ഉൾപ്പെടെ കാണില്ല. നമ്മൾ ആകെ അവൻ വന്നു കഴിഞ്ഞാൽ അവനെ ജസ്റ്റ് കാണും, അല്ലെങ്കിൽ അവൻ നമ്മളെ വന്ന് കാണും. അവൻ എന്തെങ്കിലും ഒരു പൊതി നമുക്ക് കൊണ്ടു തരും. അതിൽ കുറച്ച് മിഠായി, കുറച്ച് സ്പ്രേ. നമ്മൾ ആരെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു നിമിഷം വരെ ആരെങ്കിലും നമ്മൾ ചിന്തിക്കുമോ അവൻ എത്രത്തോളം അവിടെ കഷ്ടപ്പെട്ടിട്ടാണ് അവൻ ഇത് വാങ്ങിച്ചത്? നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അവൻ 2 വർഷക്കാലം അവിടെ നിന്നിട്ട് അവൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കുറച്ച് മിഠായും ഒരു സ്പ്രേയും, അല്ലെങ്കിൽ ഒരു ടൈഗർ ബാം. ഇതാണ് അവൻ തന്നത്. ഇതാണ് നാം ഓരോരുത്തരും ചിന്തിക്കുന്നത്. പക്ഷേ അവനെ സംബന്ധിച്ച് അവൻ എത്ര നാള് കഷ്ടപ്പെടുന്ന അവിടെ, ഈ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളിലേക്ക് അവൻ എത്തിക്കുന്നത്. നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെ അവന് ഓർമ്മയുള്ളത് കൊണ്ടാണ്. നിങ്ങളെ കണ്ടാണ് അവൻ ആ സാധനങ്ങൾ അവിടെ വാങ്ങിച്ചു വെച്ചത്. നമ്മൾ തിരിച്ചവന് കൊടുക്കുന്നത് എന്താ? പുച്ഛം മാത്രം. അവൻ തന്നത് കുറഞ്ഞു പോയി എന്നല്ലാതെ ഒരുത്തനും അത് തോന്നാറില്ല. ഇതൊക്കെ ഒരു പ്രവാസിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാവും. അവൻ കേൾക്കെ പറഞ്ഞവരുണ്ടാവും, കേൾക്കാതെ പറഞ്ഞവരുണ്ടാവും. കുറഞ്ഞു പോയി തന്നത് എന്ന്. അവനത് പ്രശ്നങ്ങളില്ല. അവനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പരാതികൾ ഒരുപാട് കേൾക്കും. ഇനി പ്രവാസികളായ എൻ്റെ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ നാട്ടിലേക്കൊന്നും കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങളത് കേൾക്കില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ കഷ്ടപ്പെട്ടിട്ട് എന്തിനാ ഇങ്ങനെ ഈ കുറ്റം കേൾക്കാൻ വേണ്ടി എന്തിനായിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു? നിങ്ങളതൊന്ന് ചിന്തിച്ച് നോക്ക്. എന്തിനു വേണ്ടി? കൊടുത്തില്ലെങ്കിൽ അവനൊന്നും തന്നില്ല എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷേ നിങ്ങൾ കൊടുത്തിട്ട് അതിനെ കുറ്റം പറയുമ്പോൾ നിങ്ങളെങ്ങാനും യാദൃശ്ചികമായിട്ട് അത് കേൾക്കേണ്ട അവസ്ഥ വന്നാൽ നിങ്ങൾ ആരായി? അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് തകരാൻ അതിലും വലുത് വേറൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ ഒരാൾക്കും ഒന്നും കൊടുക്കരുത് എന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെ അഭിപ്രായമാണ് അത്. എനിക്ക് ഇത്രയും കാലം എനിക്കറിയില്ലായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ അനുഭവത്തിൽ അത് വന്നപ്പോഴാണ്, ഞാൻ അവിടെ പോയി കുറച്ച് ദിവസം നിന്നപ്പോൾ എനിക്ക് കിട്ടിയ എൻ്റെ അനുഭവം അതാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ഞാൻ അന്ന് മുതൽ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കിത് കേൾക്കാം, കേൾക്കാതിരിക്കാം. കേൾക്കാൻ സാധ്യത കുറവാണ്. കാര്യം നിങ്ങളുടെ മനസ്സ് അങ്ങനെയാണ്. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
പിന്നെ ഒരു തിരിച്ചു വരവുണ്ട്. അത് രണ്ട് രീതിയിൽ വരാം. സ്വയം വരാം, അല്ലെങ്കിൽ അവിടുന്ന് പെട്ടിയിലാക്കി വരാം. അതാണ് പ്രവാസിയുടെ ജീവിതം. പ്രവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ജീവിതമല്ല അവരുടെ. അവിടെ അവർ ജീവിച്ച് തീർക്കുന്നത് കുടുംബത്തോടൊപ്പം, കൂട്ടുകാരോടൊപ്പം നാട്ടിൽ സന്തോഷത്തോടെ നടക്കേണ്ട സമയത്ത് അവർ ആ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. ആർക്ക് വേണ്ടി? അവൻ്റെ കൂടെയുള്ള, അല്ലെങ്കിൽ അവനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവർ സന്തോഷിക്കാൻ വേണ്ടി സ്വയം ഉരുകിത്തീരുന്ന മെഴുകുതിരി. അതാണ് പ്രവാസി. ഇത് ഒരാളെയും മോശപ്പെടുത്തി സംസാരിക്കാനോ ഒന്നുമല്ല നമ്മൾ ഈ വീഡിയോ ചെയ്തത്. നമുക്കുണ്ടായ നേരിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചെന്നേ ഉള്ളൂ. ഇതിൽ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കാം. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ വ്യത്യസ്തനായിരിക്കാം. പക്ഷേ ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത് വേറെ രീതിയിലാണ്. അതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്ത വീഡിയോയാണ്. അപ്പോൾ ഇത് ആരെയും ഉദ്ദേശിച്ച്, ഒരാളെ, ഒരു വ്യക്തികളെയോ ആരെയും ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യുന്നതല്ല. അപ്പോൾ ആർക്കും ദേഷ്യവും അതിൻ്റെ പേരിൽ തോന്നേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം. അതിലൊന്നും യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ.